സാർ നമസ്കാരം. നിരന്തരം ആൾക്കാർക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നതിൽ രാഹുൽ ഗാന്ധി ഒരു അഗ്രഗണ്യനാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി അധിക്ഷേപം അങ്ങനെ ചൊരിയുന്നതാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത് ആരെങ്കിലും പറയിക്കുന്നതാണോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. മിക്കവാറും രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആരെങ്കിലും പറയിക്കാനാണ് സാധ്യത. കാരണം അത് ഞാൻ പറയാനുള്ള ഒരു കാരണം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ട്വിറ്ററിലെ ട്വീറ്റിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ രീതിയിൽ ട്രോൾ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അതായത് വേറെ ആരോ അയച്ചു തന്ന് ട്വിറ്ററിൽ ഇടാൻ പറഞ്ഞ ആ ഒരു സംഭവത്തെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതും കൂടെ രാഹുൽ ഗാന്ധി അത് വെട്ടി മാറ്റാനായിട്ട് പുള്ളി മറന്നുപോയി. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പല പ്രസംഗങ്ങളും കണ്ടാൽ നമുക്കറിയാം. അതായത് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം റദ്ദാക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രസമ്മേളനത്തിൽ ഇരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ജയറാം രമേശ് ഉണ്ട്. ജയറാം രമേശ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരു ദയനീയ ഭാവത്തോടുകൂടി നോക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ആ തുടങ്ങാനുള്ള ആദ്യത്തെ ആ ഒരു വാക്ക് കേട്ടിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ദ മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് ദിസ് ഓഫ് ദിസ് പാർലമെന്റ് എന്ന്. അപ്പൊ ജയറാം രമേശ് ഇങ്ങനെ പതുക്കെ രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പാർലമെന്റ് മെമ്പർ ആണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്, അതൊന്ന് മാറ്റി പറയാമോ? അത് നമുക്ക് പക്ഷെ കേൾക്കാം. ഉടനെ രാഹുൽ ഗാന്ധി ഓക്കെ ശരി മാറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് ഫോർച്ചുനേറ്റ്ലി ഐ ആം ദ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ് അത് മാറ്റുന്നത്. അതായത് വാ തുറന്നാൽ ബുദ്ധിമോശം മാത്രം പറയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ബാലക് ബുദ്ധി എന്നൊക്കെ വിളിച്ചത്. അപ്പൊ കഴിഞ്ഞ ദിവസം വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് നരേന്ദ്രമോദി വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇതാ മോദി കളിയാക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതേസമയം നരേന്ദ്രമോദി എന്തൊക്കെയാണ് വിളികൾ കേട്ടത്? ദുര്യോധനൻ എന്ന് നരേന്ദ്രമോദിയെ വിളിച്ചില്ലേ, നരാധമൻ എന്ന് നരേന്ദ്രമോദിയെ വിളിച്ചില്ലേ? ഇതെല്ലാം നരേന്ദ്രമോദി വിളിക്കുന്നെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നരേന്ദ്രമോദി കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആരെയൊക്കെ ഇവിടെ പിടിച്ചകത്തിടും. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു അപകീർത്തി പരാമർശം നടത്തി. പക്ഷെ അമിത്ഷാ വെറുതെ വിട്ടില്ല. അമിത്ഷാ എന്ത് ചെയ്തു? അമിത്ഷാ ആണെങ്കിൽ ഇയാളെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ പ്രത്യേക കോടതിയിൽ ഇപ്പോ ഈ അപകീർത്തി കേസിൽ വിളിച്ചു വരുത്തി ഇതിന്റെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പുള്ളിക്ക് കുറച്ച് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് ഉള്ളതുപോലെ പുള്ളി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഈ കേസ് എന്നെ തകർക്കാനുള്ളതാണ്, ഈ കേസ് അല്ലാതെ അതിന്റെ ഗ്രാവിറ്റിയിലോട്ട് ഇറങ്ങി പോകാൻ പുള്ളിക്ക് അറിയില്ല. ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, അതിന് ഓശാന പാടാൻ കുറച്ച് മാധ്യമങ്ങളുണ്ട്. എന്താ നമ്മുടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ എല്ലാവരെയും മുഴുവനായിട്ട് അപകീർത്തി പരാമർശം, അവരെ പുച്ഛിക്കുക, അധിക്ഷേപിക്കുക, അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത്? ഈ പുള്ളിക്കാരൻ എന്നാ നന്നാവുക? അത് നന്നാവില്ല. എന്തായാലും നമുക്കറിയാം. എന്തായാലും നമ്മൾ പണ്ടൊരു ധനുഷിന് ഓർമ്മയുണ്ടാവും, ഒരു ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ രാജ്ഘട്ടിൽ പോയിട്ട് ഒരു കണ്ടോളൻസ് ബുക്കിൽ ഒരു മെസ്സേജ് എഴുതണത്. അത് ഫോണിൽ നിന്ന് നോക്കിയിട്ടാണ് ആൾ എഴുതുന്നത്. ആള് വിചാരിച്ചില്ല പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ ഫോട്ടോ എടുക്കുന്നുള്ള കാര്യം. ഇങ്ങനെ കാര്യം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു 2-3 പ്രാവശ്യം പാർലമെന്റിലേക്ക് പോകുമ്പോൾ കയ്യിൽ കർലാസിൽ ഹിന്ദി എഴുതിയെടുത്തേക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതും ആ ഹിന്ദിയും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇങ്ങേര് രാഹുൽ ഗാന്ധി അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹിയിലെ സ്റ്റുഡന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ കയറിയത് സ്പോർട്സ് കോട്ടയിലാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ഏത് സ്പോർട്സ് കളിച്ചിട്ടാണോ നാഷണൽ ലെവലിൽ ഇങ്ങേര് ഇദ്ദേഹം സ്പോർട്സ് കോട്ടയിൽ കയറി? ഇനി അതിൽ കയറി കഴിഞ്ഞാൽ അത് വേറൊരു പരിപാടിയാണ് നമുക്ക്. പക്ഷെ അതെല്ലാം നോക്കണം. ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ല, പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല. താടി വെച്ച് നടന്നിട്ട് കാര്യമില്ല. സോറി, ധനുഷിനും പറയണല്ല അത് കാര്യത്തിൽ. പക്ഷെ താടി വെച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് പറയാൻ, ബിക്കോസ് ഒരു മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് ആള് ക്ലീൻ ഷേവൻ ആയിരുന്നു എന്റെ മാതിരി. അപ്പൊ ഒരു മെച്യൂരിറ്റി ഇല്ല. ശരി, നമുക്ക് താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സീരിയ. അപ്പൊ ഈ ഭാരത് ജോഡോ യാത്ര വന്നു, അപ്പൊ അങ്ങനെ താടി വെച്ച് നടന്നു. മോദിയും താടി ഉണ്ട്, എനിക്കും താടി ഇരിക്കട്ടെ എന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോഴൊന്നും, ഇത് ഈ പറഞ്ഞ മാതിരി മോദിയെ തെറി വിളിക്കാൻ എന്നോ തുടങ്ങിയതാണ്. ഈ സോണിയാഗാന്ധി വിളിച്ചിട്ടുണ്ടായിരുന്നു, മോത്ത് കാ സോദാഗർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ കുറെ തെറികൾ കേട്ടു. പക്ഷെ മോദി ഇതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞമാര് ആരെ പിടിച്ച് റിയാക്ട് ചെയ്യും, ആരെ കൊണ്ട് ജയിലിലിടും, അതാണ് എന്റെ കാര്യം. പക്ഷെ മോദി സാരേ മോദി ചോർ ഹേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്, അത് റിട്രാക്ട് ചെയ്തില്ല കേട്ടോ. അത് എല്ലാ മോദിക്കാരും അത് ലളിത് മോദിയാണ്, നീരവ് മോദിയാണ്, ഇവരെല്ലാം കള്ളന്മാരാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ അത് ഗുജറാത്തിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ നേരെയായിരുന്നു എന്ന കാര്യം രാഹുൽ ഗാന്ധി മറന്നുപോയി. ഇങ്ങനെ പ്രോബ്ലം എന്താണെന്ന് ഇങ്ങനെ ഈ ഇംഗ്ലീഷിൽ പറയും ഷൂട്ടിംഗ് ഓഫ് ദ മൗത്ത്. അത് ഒന്ന് ആലോചിക്കാണ്ട് പറയും, അങ്ങനെ തോന്നി വരാണ്ട് പറയും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ചിലപ്പോൾ പറയാൻ എൻ്റെ അടുത്ത്, അടാ നീ പറയുമ്പോൾ നോക്കിയിട്ട് പറയട്ടെ, നീ ഓൾറെഡി നിനക്ക് കേരളത്തിൽ പിണറായി ഒരു കേസ് ഇട്ടിട്ടുണ്ട് നിന്റെ നേരെ 2018 സുപ്രീം കോടതി പോയി, ഇതൊക്കെ വാങ്ങിച്ചാണ്. പക്ഷെ അതല്ല അതിന്റെ കാരണം, നീ പറയുമ്പോൾ നോക്കിയിട്ട് പറയണം. അപ്പം നമ്മളും അത് മാധ്യമപ്രവർത്തനം, നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ പറയുന്നത് വേറെ, പക്ഷെ നമ്മൾ ഓഫ് ദ റെക്കോർഡ് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൺലൈൻ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ വി ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ.
എന്താ പറയണത്. ഉം, ഈ രാഹുൽ ഗാന്ധിക്ക് അതില്ല. ബിക്കോസ് പബ്ലിക് ഒരു എൻറ്റിറ്റി ആകുമ്പോൾ, ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ക്യാമറകൾ നമ്മുടെ അടുത്ത് ഉം. എപ്പോഴും ഉണ്ടാവും. ചിലർ ഓഫ് തന്നെ ചെയ്യില്ല ഉം. ക്യാമറ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയും, അതും വരും പ്രസ് അതെ അതെ. കോൺഫറൻസിൽ ഈ പറഞ്ഞ പോലെ. അല്ല, അത് രാഹുൽ അത് ഗാന്ധിക്ക് എത്ര മാത്രമല്ല, പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ സുധാകരൻ ഇവിടെ ആ, സതീശനെ വിളിച്ച പച്ചത്തറി നമ്മളിവിടെ കേട്ടതാണല്ലോ. അതിന്റെ അതിന്റെ രാഹുൽ ഗാന്ധിയുടെ അതേ പ്രോഡക്റ്റിന്റെ, അതായത് ആ പാർട്ടിയിൽ വരുന്ന അതേ ഒരു ഇതിൽ വരുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അവർക്ക് ഈ പ്രസ് കോൺഫറൻസ് ഭയങ്കര വിഷയമാണ്. അങ്ങോട്ട് തെറി വിളിക്കുക, പ്രസ് കോൺഫറൻസിൽ നിന്ന് കടിപിടി കൂടുക, അത് തന്നെയാണ് രാഹുൽ ഗാന്ധി അവലംബിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. പിന്നെ പിന്നെ പറയും മോദി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടേ ഇല്ല എന്ന് പറയും. ഞാൻ പറയും ഈ അതെ അതെ. കാലത്ത് പ്രസ് കോൺഫറൻസിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. ബിക്കോസ് ഈ പ്രസ് കോൺഫറൻസ് ഉം. പറയാം, ഞാൻ ഇവിടെ BJP-ക്കാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഈ ആദ്യം സ്റ്റേറ്റ് ഓഫീസിൽ ആ റൂം അടച്ചു കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കാം, പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. ഉം. ബിക്കോസ് ഒരു സമയമില്ല, വെറുതെ കുറെ പേര് വന്ന് ക്യാമറ വെച്ച് അവിടെ ഇരിക്കും, ഈ പൊളിറ്റിക്കൽ ബീറ്റിന് പോണ റിപ്പോർട്ടേഴ്സ്. അത് ഉച്ചയ്ക്ക് 3 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യും, 4 മണിക്ക്. ഈ 4 മണിക്ക് അതെ. ഏത് ടിവിയുടെ മുമ്പിൽ ഏതാളായിരിക്കും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കേസിൽ നമുക്ക് തിരിച്ചു വരാം. രാഹുൽ ഗാന്ധി ഇത് ഉം. മാത്രമല്ല, ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി 2002 പറ്റി എപ്പോഴും പറഞ്ഞിട്ടിരിക്കും. 2002 മോദി അത് ചെയ്തു. മോദി സുപ്രീം കോടതി ഉം. ഇതിന് ക്ലീൻ ചിറ്റ് കൊടുത്താണ്, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉം. റഫാലിന്റെ കേസിൽ കണ്ടു. ഈ റഫാൽ കളിച്ച് നമുക്ക് ഉം. എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ കൂടി കളിച്ചാണ്. ചൈനയ്ക്ക് ഉം. പേടിയായിരുന്നു. ചൈനയുടെ കയ്യിൽ നിന്ന് 300 ഉം. കോടി റുപ്യ വാങ്ങിച്ച അഗ്രിമെന്റ് സൈൻ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ഉം. വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഉം. കണ്ട ഒരു ഫോട്ടോഗ്രാഫാണ് അത്. സോണിയാഗാന്ധിയും ഉം. ലീ ജിങ് പിന്നിൽ നിൽക്കുന്നതും രാഹുൽ ഗാന്ധി സൈൻ ചെയ്യുന്നത് ഉം. അഗ്രിമെന്റ്. അപ്പോൾ രാഹുൽ ഉം. ഗാന്ധി പറഞ്ഞു റഫാൽ സ്കാമാണ്, അംബാനി കാശുണ്ടാക്കി, അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ട് കുറെ ദിവസം പാർലമെന്റിൽ അവിടെ എവിടെയായിട്ട് അടിയുണ്ടാക്കി. അവസാനം എന്തുണ്ടായി? ഉം. സുപ്രീം കോടതി പറഞ്ഞാൽ ഒരു അഴിമതിയില്ല, ഒന്നുമില്ല, ക്ലീൻ ആണെന്നാണ്. അപ്പോൾ ആള് ഉം. മാറി. ഉം. അപ്പൊ അതൊന്ന് പോയി. നെക്സ്റ്റ് ടാർഗറ്റ് വേറെ എന്തെങ്കിലും കയറി ഉം. പിടിക്കും. ഈ പറഞ്ഞ മോദി അംബാനി അദാനി അംബാനി അദാനി എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കാൻ എത്ര, അന്ന് ഞാൻ ചോദിച്ചത് രാജസ്ഥാനിൽ ഇവർ വന്ന് അദാനി വന്ന് അവിടെ അന്നത്തെ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടിന് കൂടെ ചെയറിൽ കയറിയിരുന്ന ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിൽ ഞാൻ 20,000 കോടി അവിടെ ഇറക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി അഡ്രസ് ഉം. ഉണ്ടായിരുന്നില്ല. അന്ന് ചോദിക്കാന്നില്ല ഉം. ഗെഹ്ലോട്ടിന്റെ അടുത്ത് എന്തിനാ ഇയാൾ ചെയ്യുന്നത്. അതേമാതിരി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തും ചോദിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ കാലത്തിട്ട് കഴിഞ്ഞാൽ അദാനി അംബാനി തെറി വിളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വിഴിഞ്ഞം ഉം. പോർട്ട് വന്നപ്പോൾ കരൺ അദ്വാനി ആയാലും ആരായാലും സ്റ്റേജിൽ കയറ്റിയിരുത്തി ഈ പറഞ്ഞ പോലെ തൊഴേണ്ട വന്നു പിണറായി വിജയൻ. വേറെ വഴിയില്ല. പക്ഷെ മെച്യൂരിറ്റി, അല്ല, പൊളിറ്റിക്കൽ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം പറഞ്ഞോട് ഒരു കാര്യം പറയാം. അദാനിയെ ഇതുവരെ ബിജെപിക്കാര് ബിജെപിയുടെ ഓഫീസിൽ കയറ്റി നമ്മൾ കണ്ടിട്ടില്ല. അദാനിയുടെ മകനെ AKG സെന്ററിന് അകത്ത് കൊണ്ടിരുത്തി അവര് സംസാരിച്ചു. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. BJP-ക്കാരെ ഏറ്റവും വലിയ തെറ്റെന്നാണ് അവർക്ക് അവരുടെ ഓൺ എന്താ പറയുക കപ്പാസിറ്റി അവർക്ക് അറിയില്ല, കേപ്പബിലിറ്റി അറിയില്ല, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ പിണറായി വിജയൻ അറിയാം. ആരെ വേണേ കൊണ്ട് ഉം. UAE അംബാസിഡറിനെ വീട്ടിൽ കൊണ്ടും ഈ പറഞ്ഞ മാതിരി കരൺ അദ്വാനിയും അല്ലെങ്കിൽ ഗൗതം അദാനിയെ ഉം. AKG സെന്ററിലും കയറ്റും. പക്ഷെ നമ്മൾ പറയുന്ന ഈ കാര്യം രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ മെച്ചൂരിറ്റിയാണ്. ബിക്കോസ് നമ്മളൊരു ആക്ട് ഉം. ചെയ്യും, ഇത് നടക്കുമ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യൽ ആണ്, ആളൊരു നാച്ചുറൽ അല്ല. അത് നമ്മൾ ഭാരത് ജോഡോ യാത്രയിലും ഉം. കണ്ടതാണ്. ഞാൻ അവിടെ പോയി ഇവരെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു, അവര് പറഞ്ഞു അവർക്ക് എന്ത് കാശ് കിട്ടുന്നില്ല എന്ന്. അവസാനം നോക്കിയപ്പോൾ അവർ കിട്ടി. ഇപ്പൊ ഉം. റീസെന്റ് നമ്മൾ കണ്ടതാണ്, ഏതൊരു ഉം. അഗ്നിവീറിന്റെ വീട്ടിൽ പോയിരുന്നു. ഒരു വൃത്തിയായ അഗ്നിവീർ, മാറ്ററല്ല, ഈ വാസ് കിൽഡ് ഇൻ ആൻ ആക്സിഡന്റ്. ആ അഗ്നിവീറിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇവർക്ക് 10 പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല, ഡിഫൻസ് മിനിസ്ട്രിയും കൊടുത്തില്ല. അവസാനം തെരഞ്ഞത് എന്താ, എല്ലാ കാശും കിട്ടി, 95 ലക്ഷം കിട്ടിക്കഴിഞ്ഞു. അല്ല സാറേ, ഇവർ 8 ലക്ഷം. അതിൽ വലിയൊരു കുത്തിത്തിരിപ്പ് രാഹുൽ ഗാന്ധി ഉണ്ടെന്ന് പറയുന്നത് ഇയാള് ഏറ്റവും വലിയൊരു വിഷമാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു വിഷയമുണ്ട്. അതായത് ഈ സഭയിൽ പറയുകയാണ് അഗ്നിവീറായിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിക്ക് വീരമൃത്യു വരിക്കുന്ന ജവാന്മാർക്ക് കാശ് കിട്ടില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേക്കും. രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കണ്ടോ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് രാജ്നാഥ് സിംഗിന് ചാടി എഴുന്നേൽക്കേണ്ടി വന്നു. ആക്ച്വലി ഹി ഈസ് ടെല്ലിങ് എ ലൈ. അതാണ് സത്യം. അയാൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേറ്റ് ഇമാതിരി കള്ളത്തരങ്ങൾ പാർലമെന്റിൽ പറയില്ലെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അഗ്നിവീറിൽ വീരമൃത്യു അടഞ്ഞ ആ ഒരു ജവാന്റെ കുടുംബം രംഗത്തെത്തിയിട്ട് ഞങ്ങൾക്ക് 90 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു. അപ്പൊ ഇയാൾ ചെയ്തത് എന്താ അറിയോ? സാറിന് അറിയാമായിരിക്കും. അതായത് ഇയാൾ അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയതിനു ശേഷം അങ്ങനെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുടുംബത്തിൽ ഒരു കുടുംബം രംഗത്തെത്തുകയും ആ കുടുംബത്തിലുള്ള ആ വീരമൃത്യു വരിച്ച ജവാന്റെ മാതാപിതാക്കൾ പറയുകയാണ് അത് കിട്ടിയത് ആ വീരമൃത്യു വരിച്ച ജവാൻ, അതായത് ഞങ്ങളുടെ മകന്റെ ഭാര്യയ്ക്കാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല
എന്നുള്ളൊരു ചോദ്യം അയാൾ ചോദിച്ചു. അതായത് ഒരു കുടുംബത്തിൽ തന്നെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഉള്ള ഒരു കർമ്മ കുശലതയുണ്ടല്ലോ, അത് രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അയാൾ ഏതറ്റം വരെയും പോകുമെന്നുള്ളത്. ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടുണ്ട്, സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് മനോഹർ പരീക്കർ അസുഖം വന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു വിസിറ്റ് നടത്തി മനോഹർ പരീക്കറിന്റെ അടുത്ത്. വിസിറ്റ് നടത്തി, അതൊരു പ്രൈവറ്റ് വിസിറ്റ് ആയിരുന്നു. എന്നിട്ട് മനോഹർ പരീക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. മനോഹർ പരീക്കർ നരേന്ദ്രമോദിയെ കുറിച്ച് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മോദിയെ കുറിച്ച് 10 തെറി അങ്ങ് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനോഹർ പരീക്കർ ഈസ് നോ മോർ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. പുള്ളിക്ക് ഇനി തിരിച്ചു വന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ മീറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വെനം ഇയാൾ എന്താ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാനും കൊള്ളില്ല ഇയാളെ. ഈവൻ കുടുംബത്തെ പോലും കേട്ടാൻ കൊള്ളില്ല. കാരണം കുടുംബം അടിച്ചു പിരിച്ച് രണ്ടാക്കി കയ്യിൽ തരും. അതും ഇയാൾ ചെയ്യുന്നത് രാജ്യത്തിനെതിരെയാണ് എന്നുള്ളതാണ്. ബാലക്കോട്ട് നടന്നപ്പോൾ ഓർമ്മയുണ്ടാവും ധനുഷിന്. ബാലക്കോട്ടിൽ പാകിസ്ഥാൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവിടെ ഒന്നും നടന്നില്ല, അവിടെ വേറെ കുറച്ച് മരങ്ങളൊക്കെ വീണുപോയി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല, നമുക്ക് പ്രൂഫ് വേണമെന്ന്. ഇതാണ് ഇവരുടെ പ്രോബ്ലം. പ്രൂഫ് ആര് തരും? ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങൾക്ക് പ്രൂഫ് തരണം. ഇസ്രയേൽ വന്ന് ഗാസയിൽ ബോംബിട്ട അവിടുത്തെ ഇസ്രയേലിക്കാർ ചോദിക്കുന്നുണ്ട് പ്രൂഫ് താ ഞങ്ങൾക്ക്. ഇല്ലല്ലോ, അതൊന്നും ഇല്ല അങ്ങനത്തെ. പക്ഷെ ഈ രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഉണ്ട്. ചൈനക്കാർ വന്നു, ചൈനക്കാർ കയറി നമ്മുടെ അതിൽ 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു. നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലേ 43,000 സ്ക്വയർ കിലോമീറ്റർ ഒരു ഹരിയാന മാതിരിയുള്ള ഒരു സംസ്ഥാനത്തെ സ്ഥലം, അത്ര ഈക്വലന്റ് ആയിട്ടുള്ള സ്ഥലം ചൈനയ്ക്ക് കൊടുത്തപ്പോൾ അക്സായ് ചിഹ്നയോടെ ഇരിക്കുന്നത് അവർക്ക്. ഇതാണ് ഇവർ അറിയേണ്ടത്. ഇതേ രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ കുറെ സ്റ്റേറ്റ്മെന്റ് അവിടെ ചൈന ഇത് ചെയ്തു, ചൈന അരുണാചൽ പ്രദേശിൽ കയറി, ചൈന നമ്മുടെ ആർമിയെ അടിച്ചു, നമ്മുടെ ആൾക്കാരെ വന്ന് അടിച്ചു, നമ്മളൊന്നും ചെയ്തില്ല. ആർമിയുടെ മൊറാൽ ഡൗൺ ചെയ്യണം. അതാണ് ഈ പറഞ്ഞ മാതിരി അഗ്നിവീർ സ്കീമിനെ പറ്റി ഞാൻ ഇവിടുത്തെ ഒരു സീനിയർ ആയിട്ട് ഒരു ബ്രിഗേഡിയറെ ഞാൻ ഹൈദരാബാദിൽ വെച്ച് കണ്ടിരുന്നു. അങ്ങനെ ഈ പ്രോഗ്രാമിന്റെ ഇൻചാർജ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. അങ്ങനെ വന്ന് സുരേഷ് ഇതിനേക്കാളും നല്ലൊരു സ്കീമില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആർമിയിലെ ലൈഫ് എൻജോയ് ചെയ്യണം ഇവരെ ട്രെയിൻ ചെയ്തിട്ട്. ഇങ്ങനത്തെ ഒരു യങ്സ്റ്റേഴ്സിനെ എനിക്ക് കിട്ടേണ്ടിരുന്നു, ഇപ്പൊ കിട്ടിത്തുടങ്ങി. അതെനിക്ക് സന്തോഷമുണ്ട്. ഇനി എനിക്ക് റിട്ടയർ ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. ആ ഒരു സ്കീമിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇങ്ങേർക്ക് വേറെ ഒന്നല്ല, ഇങ്ങനെ ബേസിക് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ മോദിയെ ചീത്ത പറയണം, മോദിയെ തെറി വിളിക്കണം. അപ്പൊ അതിനെങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റും. അതിന് മോദി ഗുജറാത്ത് തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അംബാനി അദാനി ഈ അംബാനി അദാനി നാളെ ഇയാളുടെ നേരെ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇയാൾ വെള്ളം കുടിക്കും. ശരി, ഞാൻ എപ്പോഴും വിചാരിക്കാൻ എന്താ അവർ ചെയ്യാത്തത്. പക്ഷെ അതാണ് ഈ കല്യാണത്തിന്, അംബാനിയുടെ കല്യാണത്തിനൊക്കെ എല്ലാവരും പറഞ്ഞു, ബാക്കി എല്ലാവരോടും എത്തി. ലാലു പ്രസാദ് യാദവ് എത്തി, മമതാ ബാനർജി എത്തി, ഇവര് കൂടെ ഇരുന്ന് തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി പോയില്ലേ, വിളിച്ചോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു പൊളിറ്റീഷ്യന്റെ മെച്ചോറിറ്റി, ബിക്കോസ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആളിപ്പോൾ കാണിക്കാൻ നമ്മുടെ സ്പെഷ്യലി നമ്മുടെ മലയാളം മാധ്യമങ്ങൾ, അയ്യോ എൻ്റെ അമ്മയെ പറയണ്ട, രാഹുൽ ഗാന്ധി സ്പീച്ച് കൊണ്ട് പാർലമെന്റിൽ കൊടുത്തപ്പോൾ മോദി പേടിച്ചു പോയി. മോദി ഇനി എന്ത് പറയും. അപ്പൊ നെക്സ്റ്റ് ഡേ മോദി തുടങ്ങിയപ്പോൾ ഇവരാരും മോദിയെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. അത് വേറെ കാര്യം, അത് നമ്മുടെ മാധ്യമങ്ങളും മിണ്ടില്ല. ഇതാണ് ഈ ഒരു സ്പോൺസർഷിപ്പ്, ഈ മീഡിയ സ്പോൺസർഷിപ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് അവിടുത്തെ ചാനലിൽ ഇല്ല കേട്ടോ, അത് തെലുങ്ക് ചാനലിൽ കാണാനില്ല. അത് തെലുങ്കിൽ പിന്നെയും കുറച്ച് ന്യൂട്രലാണ്. പക്ഷെ ഞാൻ ഈ മലയാളം ചാനൽ കാണുമ്പോൾ, പിന്നെ ഈ തെലുങ്ക് ചാനൽ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് എന്ത് പരിപാടിയാണ് നടക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിലും ഇല്ല, ഒരു മെച്ചോറിറ്റി ഉണ്ട് ഇംഗ്ലീഷ് ചാനൽസ്. രാഹുൽ ഗാന്ധിക്ക് എന്താ വേണ്ടതെന്നാണ് ഈ മീഡിയ സപ്പോർട്ട്. അത് അങ്ങേരെ എവിടെയായിട്ട് മണിപ്പൂരിൽ പോയിരുന്നു. എന്താ ചെയ്ത ആള്? മണിപ്പൂരിൽ പോയിട്ട് ഒരു ഏരിയയിലേക്കാണ് പോയത്. ഏത്? ആ കുക്കീസ് ഉള്ള ഏരിയയിലേക്കാണ് പോയിക്കുന്നത് മണിപ്പൂരിൽ. നമുക്കറിയാം ഇതേ കോൺഗ്രസ് ഇപ്പോഴല്ല, പഴയ ഒരു അഗ്രിമെന്റ് ഉണ്ട്. കുക്കീസിന്റെ കൂടെ അഗ്രിമെന്റ് സൈൻ ചെയ്തത് 10-40 കൊല്ലം മുമ്പ്. അവർക്കൊരു സെപ്പറേറ്റ് രാഷ്ട്രം തരാം എന്നിട്ട്, രാഷ്ട്രം സംസ്ഥാനമല്ല, ഒരു സെപ്പറേറ്റ് യൂണിഫൈഡ് കൺട്രി ആയിട്ട് തരാമെന്നത് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, അത് നമുക്ക് വേറൊരു കോൺസെപ്റ്റ് എടുക്കാം. പക്ഷെ ഈ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. മോദി ഒന്നും ചെയ്യുന്നില്ല, മോദി മണിപ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം സംഭവം എല്ലാം നിൽക്കുക. അതാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കുറെ മണിപ്പൂർ തന്നെ കുത്തിപ്പൊക്കി. എന്തുണ്ടായി അവസാനം? അവിടുത്തെ കുക്കിയും ഈ മീറ്റീസും തമ്മിൽ അടിയാണ്. അത് രണ്ട് ഈ പറഞ്ഞമാതിരി ഗോത്ര സഭകളും തമ്മിൽ അടിയാണ്. ഇപ്പോഴല്ല, 50-60 കൊല്ലം ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ചത്. ഇതേ രാഹുൽ ഗാന്ധിയുടെ ഗ്രാൻഡ് മദറാണ് അവരെ ബോംബ് ചെയ്യാൻ ഓർഡർ കൊടുത്തത് മിസോറാമിലും ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പൊ എന്താ പറയാത്ത ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് ഒരു പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി ഇല്ലാത്ത കാര്യം. പിന്നെ ഈ പറഞ്ഞാൽ ആരും അങ്ങേർക്ക് എഴുതി കൊടുക്കണം. അതെനിക്ക് അറിയാം ആരാണെന്ന്. ഇങ്ങനെ ഒരു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ട്, നമുക്കറിയാം, ഫേമസ് ആണ്, സാം പിട്രോഡ. അങ്ങേരാണ് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ കേംബ്രിഡ്ജ് വിളിച്ചു, സ്റ്റാൻഫോർഡ് വിളിച്ചു. ഇല്ല, അവർ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കും ധനുഷിനും വേണമെങ്കിൽ
കാശ് കൊടുത്ത് അവിടെ ഇഷ്ടംപോലെ ഹാളുകളുണ്ട്, ഹാള് ബുക്ക് ചെയ്യാം. ഹാള് ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇൻവിറ്റേഷൻ കൊടുക്കും, ഞാൻ ഈ സബ്ജക്റ്റിന് മേലെ ഇന്ന് ഒരു സ്പീച്ച് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഒരു 100-300 പേര് കയറി വരും. അവർക്കുള്ള ചായ കാപ്പിയും ഈ പറഞ്ഞ മാതിരി ബിസ്ക്കറ്റൊക്കെ കൊടുക്കുക. ഇതേ ഉള്ളൂ പരിപാടി. പക്ഷെ ഇവര് ട്വിസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി സ്റ്റാൻഫോർഡുകാർ വിളിച്ചു. ഏത് അവര് യൂണിവേഴ്സിറ്റി പറഞ്ഞ് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്ന പരിപാടി തന്നെ ഇല്ല. അവിടെ കുറെ ഹാളുണ്ട്, റെന്റ് എടുത്ത്. ഈ ഒരു കോൺസ്റ്റന്റ് പെഡ്ലിംഗ് ഓഫ് ലൈഫ്, നമ്മളും പറയുമല്ലോ, ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ തർജ്ജമ ചെയ്യേണ്ടി വരും ധനുഷ്. നമ്മള് ഷൂസ് ഇട്ട് വരുമ്പോഴേക്കും, സോക്സ് ഇട്ട് വരുമ്പോഴേക്കും ഒരു നുണ ലോകം മൊത്തം ചുറ്റി വരും എന്ന് പറയും. അതാണ് എന്റെ പരിപാടി. 10 പ്രാവശ്യം 15 പ്രാവശ്യം നുണ പറയുമ്പോൾ സത്യമായിട്ട് തോന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കുറെ തിരിച്ചു പറയാൻ, പക്ഷെ ഒന്ന് നിർത്തി. ഇപ്പൊ എനിക്ക് സമയമില്ല, ഇതിന് 5-5 മിനിറ്റിന് ഓരോ പൊട്ടത്തരം വിളിച്ചു പറയും. അത് ഈ ജയറാം രമേശിനുമാരുള്ള ആൾക്കാരാണ് എഴുതി കൊടുക്കണം. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിക്ക് ഒരു 8 മെമ്പർ ടീമുണ്ട്, സോഷ്യൽ മീഡിയ ടീം. അവരാണ് ചെയ്യുന്നത്. അത് ഷിക്കാഗോയിലാണ് ഇരിക്കുന്നത്. അതിൽ ഇന്ത്യൻ യൂണിറ്റ് ഒന്ന് 24 അക്ബർ റോഡിൽ ഇരിക്കുന്നുണ്ട്, അവർ കോൺഗ്രസിന്റെ ഓഫീസ്. അവരാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്വീറ്റ് ചെയ്യണം. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് അത്ര ഒരു ഇംഗ്ലീഷിന്റെ കേപ്പബിലിറ്റി ഇല്ല, നമുക്കറിയാം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ ബിൽഡപ്പ്, അത് എസ്പെഷ്യലി നുണ പറയാൻ. ഈ പറഞ്ഞ മാതിരി ഹോം മിനിസ്റ്റർ അമിത്ഷാ വിടില്ല, ആരും വിടില്ല. അമിത്ഷാ ഇതിനെക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അമിത്ഷാ പിടിച്ച് ശരിക്കും ലാസ്റ്റ് മൊമെന്റ് വരെ കൊണ്ട്. ഈ അരവിന്ദ് കെജ്രിവാൾ, അതേമാതിരി രാഹുൽ ഗാന്ധി, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ മീഡിയയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒറ്റ ന്യൂസും പുറത്തു വരില്ല. പക്ഷെ മീഡിയയുടെ സപ്പോർട്ട് ഉള്ളവരെ ഇവർ ഈ പറഞ്ഞ നുണ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചൈനയാവട്ടെ, പാകിസ്ഥാൻ വന്നു, ചൈന വന്നു, നമ്മളെ ആക്രമിക്കണം, നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടെ മണിപ്പൂരിൽ അത് നടന്നു, എവിടെ നടന്നു? കർണാടകത്തിൽ നിന്ന് നടന്നപ്പോൾ മിണ്ടുന്നില്ല ഒരു കാര്യം. അതെന്താ മിണ്ടാത്ത അവിടെ? ഈ പറഞ്ഞ കാസ്റ്റ് സർവേ നടത്തുന്നത്, അതിനെയും ഒരു കുറെ ന്യൂസ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കി. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങേർക്ക് അറിയാം, ഇന്ത്യൻ കോടതിയിൽ ഒരു കേസ് കയറി കഴിഞ്ഞാൽ അതൊരു 10-30 കൊല്ലം നടക്കും. നമുക്കറിയാം, നാഷണൽ ഹെറാൾഡ് കേസിന് ഇപ്പൊ പിന്നെയും വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇത് കുത്തിപ്പൊക്കിയിട്ടുണ്ട് അവര്. ജാമ്യം എടുത്ത് പുറത്ത് നടക്കുന്ന ആളാണ്. മോദിയെ പറ്റിയിട്ടും മറ്റേനെ പറ്റി വേറെ പോട്ടെ. നീറ്റ് എക്സാം, അടുത്തൊരു നീറ്റ് എക്സാമിന്റെ റിസൾട്ടിനെ പറ്റിയിട്ട് സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റ് വന്നു. അതെല്ലാവരും അംഗീകരിച്ചു. ശരി, ഈ പ്രാവശ്യം നടന്നത് ഒരു സെൻട്രൽ ലീക്കായി, അവിടെ 115 കുട്ടികൾ സസ്പെൻഡ് ചെയ്തു, അതൊക്കെ ചെയ്തു. പിന്നെയും പാർലമെന്റിൽ വന്ന് പറയാം, ഈ നീറ്റ് എക്സാം എല്ലാം കള്ളത്തരാണ്, ഇതൊന്നും ശരിയല്ല, ഇത് മോദി മൊത്തം. ഈ നീറ്റ് തന്നെ പരിപാടി കൊണ്ടുവന്നത് ആരാണ്? ഏത് ഗവൺമെന്റാണ് കൊണ്ടുവന്നത്? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവരുടെ പാർട്ടിക്കാര്, തമിഴ്നാട്ടിലുള്ള ആൾക്കാര്, തമിഴ്നാട്ടിലെ പൊളിറ്റീഷ്യൻസ് മെഡിക്കൽ കോളേജ് നീറ്റ് വന്നപ്പോൾ തൊട്ട് പൊളിഞ്ഞു. അവർക്ക് കാശ് വാങ്ങാൻ പറ്റുന്നില്ല. കർണാടകത്തിൽ അതേ കണ്ടീഷനാണ്. അതാണ് ഇവർക്ക് ഇപ്പൊ നീറ്റ് വേണ്ട എന്ന റെസൊല്യൂഷൻ പാസ് ചെയ്യും. അവിടെ പിണറായി വിജയൻ CA ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത റെസൊല്യൂഷന്മാര് എന്തുണ്ടാവും? നിങ്ങൾ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ഒരു ചുക്കുണ്ടാവുമ്പോൾ അതാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയെ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കോൺസ്റ്റന്റ് ആരെയും, അതെ, ഇന്ത്യയെ തന്നെ രക്ഷപ്പെട്ട ധനുഷ്, ഇത് UK ചെയ്തെങ്കിലേ പാപ്പരായി പോകും. കേസ് ഫയൽ ചെയ്ത് അവർ കോടികൾ കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ നുണ പറഞ്ഞു പുറത്ത്. നമ്മുടെ അടുത്ത് ജസ്റ്റിസ് സിസ്റ്റം വീക്കായ കാരണം ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പോവാന്നുള്ളൊരു, ഈ പറഞ്ഞ നമ്പിനാരായണന്റെ മാതിരിയുള്ള ആൾക്കാരെ എത്ര കാലം പിടിച്ചു ഒരു ന്യായം കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ടതാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം സാറേ പെട്ടെന്ന്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം സസ്പെൻഡ് ചെയ്തപ്പോൾ പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് നരേന്ദ്രമോദി ഇടപെട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അല്ല, ഇവർക്ക് എന്താണ് രാഹുൽ ഗാന്ധിയോട് ഇത്ര താല്പര്യം കാണിച്ചോട്ടെ, അതിൽ പ്രശ്നമില്ല. പക്ഷെ സത്യങ്ങൾ പറഞ്ഞുകൂടെ? അതാണ് നമ്മുടെ ഒരു ചോദ്യം എന്നത്. സത്യങ്ങൾ പറഞ്ഞുകൂടെ? രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂരിൽ പോയി, നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയപ്പോ നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ വാർത്തകളുടെ ഒരു വാലിൽ ഒരു വാർത്ത വരാനായിട്ട്, അതായത് മോദി റഷ്യയിലേക്ക് പോകുമ്പോൾ അതാ നോക്കൂ, രാഹുൽ മണിപ്പൂരിലേക്കാണ് പോകുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ധീരത നോക്കൂ എന്ന് പറയാനുള്ള ഒരു വാർത്ത കിട്ടാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് പോയത്. അപ്പോ അത്തരത്തിൽ മണിപ്പൂരിലേക്ക് പോയ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറന്ന കർണാടകയിൽ ശിരൂരിൽ മണ്ണിനടിയിൽ ഒരു യുവാവ് 11 ദിവസമായിട്ട് ഒലിച്ചു പോയിട്ട് കിടക്കുന്നു. എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ന്യൂസ് വാല്യൂ ഇല്ല അതിന്. അതുകൊണ്ടാണ്. മണിപ്പൂരിലേക്ക് പോയാൽ എനിക്ക് ന്യൂസ് വാല്യൂ ഉണ്ട്, അങ്ങോട്ടേക്ക് വന്നാൽ ന്യൂസ് വാല്യൂ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ? അന്ന് തന്നെ ഓർമ്മയുണ്ടാവും ധനുഷിന്, തമിഴ്നാട് ഒരു മദ്യദുരന്തം നടന്നു. നൂറുകൾക്ക് കള്ളക്കുറിച്ചിയിൽ. എന്താ രാഹുൽ ഗാന്ധി കള്ളക്കുറിച്ചിയിൽ പോകേണ്ടത്? മണിപ്പൂർ പോകാൻ ഇന്ത്യ സഖ്യമാണല്ലോ ഭരിക്കുന്നത്. ഗുജറാത്തിലായിരുന്നെങ്കിൽ പോയേനെ. ഗുജറാത്തിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലുണ്ടായ രാഹുൽ ഗാന്ധി ഓടിപ്പോയേനെ അവിടെ. ഇതാണ് പ്രോബ്ലം. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഈ രാഹുൽ ഗാന്ധി മണിപ്പൂർ പോകാൻ, രാഹുൽ ഗാന്ധി എവിടെ വേണേ പൊക്കോട്ടെ, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ നുണകൾ പറഞ്ഞുണ്ടാക്കല്, അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. അങ്ങേരെ കൂടെയുള്ള കുറെ പേരുണ്ട്, ജയറാം രമേശിന്റെ മാതിരിയുള്ളവരൊക്കെ. അവരുടെ പണി ഇതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവർ കോടതി ഒരു ഓർഡർ കൊടുക്കും, നിങ്ങൾ മാറ്റി. ഈ രാഹുൽ ഗാന്ധിയുടെ കേസിലും ഞാൻ പറയട്ടെ, ഈ ശിക്ഷിച്ച കേസിലും മോദിയാണോ അവിടെ ജഡ്ജായിട്ട് ഇരുന്നത്? മോദി അല്ലല്ലോ.
നാഷണൽ ഹെറാൾഡ് കേസിൽ ജഡ്ജിന്റെ മുമ്പിൽ വരുന്ന എവിഡൻസ് നോക്കിയിട്ടാണ് ശിക്ഷ കൊടുക്കുക വേണ്ടതെന്ന് വെക്കുക. നിങ്ങളുടെ എതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ മോദി, അല്ലെങ്കിൽ മോദിയുടെ എതിരായിട്ട് എന്തെങ്കിലും ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പറയണോ? എൻ്റെ ദൈവമേ, നമ്മുടെ ന്യായപീഠം കണ്ടില്ലേ, നമ്മുടെ ജുഡീഷ്യറി ഇപ്പോൾ പവർഫുൾ ആണ്, എന്ത് സെക്യുലർ ആണ് എന്നൊക്കെ കഥകൾ പറയും. അവനവന്റെ ഇത് വന്നു കഴിയുമ്പോൾ വേറെ, മറ്റവർക്ക് വരുമ്പോൾ വേറെ ഒരു കേസ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം. ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ മീഡിയ ഉള്ള കാലം, ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്തൊക്കെ രാഹുൽ ഗാന്ധി സുഖമായിട്ട് രക്ഷപ്പെട്ടു പോയത്. പക്ഷെ ട്വിറ്ററിൽ കയറി കാണുന്നതന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരം വിളിച്ചു അതിന്റെ കൂടെ ഈ കോൺഗ്രസ്സുകാർ സിന്ദാബാദ് വിളിക്കാണ്ടാവും, പക്ഷെ ഈ പറഞ്ഞ ഒരു ഓശാന പഠനമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ബി ജെ എന്ന് പറഞ്ഞില്ല, കുറെ റൈറ്റുകാർ കയറി ഇതിനെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മുങ്ങും, പിന്നെ വരുന്ന വേറൊരു ട്വീറ്റ് ആയിരിക്കും. ഇതാണ് അങ്ങേരെ പ്രോബ്ലം. ഈ പറഞ്ഞ മാതിരി മണിപ്പൂർ പോവും, പക്ഷെ തമിഴ്നാട് പോവില്ല. കർണാടകത്തിൽ കാസ്റ്റ് സർവേ ചെയ്യാന്ന് പറയും, കർണാടകത്തിൽ കാസ്റ്റ് സർവേ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ റിപ്പോർട്ട് റിലീസ് ചെയ്യാത്തെന്ന് പറയുമ്പോൾ ആള് മിണ്ടില്ല. രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം തന്നെ പോരാതെ വരും എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പ്രകീർത്തിക്കാൻ ഇവിടെ ധാരാളം മാധ്യമങ്ങളുണ്ട്. അവർ പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ നമ്മുടെ കമലഹാസൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് NDA ബഡ്ജറ്റ് വന്നു, സന്തോഷം, വൈകാതെ ഒരു ഇന്ത്യ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, സത്യം പറഞ്ഞാൽ സുരേഷ് സാറേ, എനിക്ക് ഈ പുള്ളിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ആർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നരേന്ദ്രമോദി. പുള്ളി ഒരു ചായക്കച്ചവടക്കാരനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ളൊരു മെച്യൂർ അല്ലാത്ത ഒരു സമീപനം എല്ലാ വിഷയത്തിനും എടുക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നോട്ടെ, നല്ലൊരു വ്യക്തി വന്നോട്ടെ, അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമല്ല, രാജ്യത്തെ നയിക്കാൻ കെൽപ്പുള്ള ആൾക്കാർ വന്നോട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോഴും പുള്ളി പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ്. പുള്ളി എത്ര വലിയ ചുമതലയാണ് വഹിക്കുന്നത് എന്നുള്ളതിനുള്ള തിരിച്ചറിവ് പോലുമില്ല. കെട്ടിയിറക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് പുള്ളി വരുന്നത്. പാർലമെന്റിൽ പോലും പ്രതിപക്ഷം അവിടെ പ്രതിഷേധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നടുത്തളത്തിൽ പോലും ഇറങ്ങാതെ പോപ്കോൺ തിന്നുകൊണ്ട് തിയേറ്ററിൽ ഇരിക്കുന്ന ലാഘവത്തോടെ കാലിൽ നീട്ടി കസേരയിട്ട് അങ്ങ് ഇരിക്കുകയായിരുന്നു പാർലമെന്റിൽ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അപകീർത്തി പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇനിയും കേസുകൾ വരും. അപ്പോഴും മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി ഇതാ ശക്തനായിട്ടുള്ള രാഹുലിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യാൻ വീണ്ടും ഒരു കണ്ടന്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.